ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗം കുറച്ച് GK ക്വസ്റ്റ്യൻസ് ആണ്. ജനറൽ നോളജിൻ്റെ കേരള ഫാക്ട്സ് ആണ്. കേരളം അടിസ്ഥാന വിവരങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ കേരളത്തിലെ അടിസ്ഥാന വിവരങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്തിൽ ചർച്ച ചെയ്യുന്നത്. ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, കേരള സംസ്ഥാനം നിലവിൽ വന്നതെന്ന്. കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്ന്. 100 ചോദ്യങ്ങളാണ് നമ്മൾ ഈ സീരീസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കേരള സംസ്ഥാനം നിലവിൽ വന്നത് 1956 നവംബർ 1-നാണ്. 1956 നവംബർ 1-നാണ് കേരള സംസ്ഥാനം നിലവിൽ വന്നത്. 1956 നവംബർ 1. ഓക്കെ, പിന്നെ അടുത്ത ചോദ്യം, തിരുക്കൊച്ചി സംസ്ഥാനം നിലവിൽ വന്നതെന്ന്. തിരുക്കൊച്ചി സംയോജനം, അതായത് കേരള സംസ്ഥാനം തിരുവിതാംകൂറും കൊച്ചിയുമായി കിടന്നിരുന്ന സമയത്ത് പിന്നെ അവർ ഒന്നിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചു. അതെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1949 ജൂലൈ 1-നാണ് തിരുക്കൊച്ചി സംസ്ഥാനം നിലവിൽ വന്നത്. തിരുക്കൊച്ചി സംസ്ഥാനം നിലവിൽ വന്നത് 1949 ജൂലൈ 1-നാണ് കേട്ടോ. 1949 ജൂലൈ 1. കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ജില്ലകളുടെ എണ്ണം 5 ജില്ലകളാണ് കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്നത് കേട്ടോ. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, മലബാർ എന്നിങ്ങനെ 5 ജില്ലകളാണ് കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്നത്. കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ജില്ലകളുടെ എണ്ണം 5. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, മലബാർ. ഓക്കെ, 4ാമത്തെ ചോദ്യം, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരുന്നു? ഫസൽ അലി കമ്മീഷൻ ആയിരുന്നു കേട്ടോ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരുന്നു? ഫസൽ അലി ആയിരുന്നു. തിരുവിതാംകൂർ ഭാഗമായിട്ടുള്ള ഏതൊക്കെ പ്രദേശങ്ങളാണ് മദ്രാസ് സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിട്ടുള്ളത്? അതായത് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് പ്രദേശങ്ങൾ മദ്രാസ് സംസ്ഥാനത്തിന് വിട്ടുകൊടുക്കേണ്ടി വന്നു നമ്മുടെ പുനഃസംഘടന കഴിഞ്ഞപ്പോൾ. തോവാള, കൽക്കുളം, അഗസ്തീശ്വരം, വിളവൻകോട് എന്നീ താലൂക്കുകളാണ് മദ്രാസ് സംസ്ഥാനത്തിന് വിട്ടുകൊടുക്കേണ്ടി വന്നത്. ഓക്കെ, തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന തോവാള, കൽക്കുളം, അഗസ്തീശ്വരം, വിളവൻകോട് എന്നീ താലൂക്കുകൾ മദ്രാസ് സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ട താലൂക്കുകൾ ഏതെല്ലാം? വിട്ടുകൊടുത്ത പോലെ കേരളത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ട താലൂക്കുകളുണ്ട്. അതാണ് ദക്ഷിണ കന്നഡയിൽ നിന്നും കാസർഗോഡിനെയും ഹോസ്ദുർഗിനെയും കേരളത്തിലേക്ക് കൂട്ടിച്ചേർത്തു. ദക്ഷിണ കന്നഡയിൽ നിന്നും കാസർഗോഡിനെയും ഹോസ്ദുർഗിനെയും കേരളത്തിലേക്ക് കൂട്ടിച്ചേർത്തതാണ് കേട്ടോ. ഓക്കെ, ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. അപ്പോൾ ഇടുക്കി രൂപീകൃതമായത് 1972 ജാനുവരി 26-നാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ് കേട്ടോ. അപ്പോൾ ഇടുക്കി കുട്ടമ്പുഴ എന്ന് പറഞ്ഞ എറണാകുളം ജില്ലയുടെ ഏത് ഭാഗം കൂട്ടിച്ചേർത്തപ്പോഴാണ് ഇടുക്കി ജില്ല ഏറ്റവും വലിയ ജില്ലയായത്? അപ്പോൾ കുട്ടമ്പുഴയും കൂടി കൂട്ടിച്ചേർത്തപ്പോഴാണ്, ഭരണസൗകര്യാർത്ഥം കുട്ടമ്പുഴയും കൂടി കൂട്ടിച്ചേർത്തപ്പോൾ എറണാകുളം ജില്ലയിലായിരുന്നു ആദ്യം കുട്ടമ്പുഴ. അപ്പോൾ ഇടുക്കി ജില്ലയ്ക്ക് ആ ഒരു പദവി ലഭിക്കുകയാണ് ഉണ്ടായത്. ഓക്കെ, പ്രശസ്തമായ സൂചിപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? വയനാടാണ്. പ്രശസ്തമായ സൂചിപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് വയനാട്. ഓക്കെ, അടുത്ത ചോദ്യം, 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏത്? വയനാടാണ്. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല വയനാടാണ്. കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ച് മുഴുപ്പിലങ്ങാടാണ്. കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ച് മുഴുപ്പിലങ്ങാടാണ്. ലോക കേരള സഭയുടെ ആദ്യ സമ്മേളനം നടന്ന നഗരം ഏത്? തിരുവനന്തപുരം. ലോക കേരള സഭയുടെ ആദ്യ സമ്മേളനം നടന്ന നഗരമാണ് തിരുവനന്തപുരം. ഓക്കെ, കൊല്ലം ജില്ലയിൽ കണ്ടുവരുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം ഏത്? തോറിയമാണ്. അപ്പോൾ കേരളത്തിൽ തോറിയം കണ്ടുവരുന്ന ജില്ല ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊല്ലം ജില്ലയാണ്. അങ്ങനെയും ചോദ്യം ചോദിക്കാം. പിന്നെ കേരളത്തിൽ കൊല്ലം ജില്ലയിൽ കണ്ടുവരുന്ന മൂലകം ഏത്? അത് റേഡിയോ ആക്റ്റീവ് മൂലകം ഏതെന്ന് ചോദിച്ചാൽ തോറിയമാണ്. ഓക്കെ, കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് PN പണിക്കരാണ്. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ പിതാവ് ആരാണ്? PN പണിക്കരാണ് കേട്ടോ. തൃശ്ശൂർ പൂരം തുടങ്ങിയ ഭരണാധികാരി ആരാണ്?
ശക്തൻ തമ്പുരാനാണ്. 15ാമത്തെ ചോദ്യമാണ്. തൃശ്ശൂർ പൂരം തുടങ്ങിയ ഭരണാധികാരി ശക്തൻ തമ്പുരാനാണ്. 16 കേരളത്തിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? പട്ടം, തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? പട്ടം, തിരുവനന്തപുരം. അടുത്ത ക്വസ്റ്റ്യൻ 17ാമത്തെ ക്വസ്റ്റ്യനാണ്. പട്ടികവർഗ്ഗക്കാർ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? വയനാടാണ് കേട്ടോ. പട്ടികവർഗ്ഗക്കാർ വർഗം വയനാട്. പട്ടികവർഗ്ഗക്കാർ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് വയനാട്. അടുത്ത ചോദ്യം. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരത്താണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം എന്നറിയപ്പെടുന്നത് കരിമീനാണ്. കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം എന്നറിയപ്പെടുന്നത് കരിമീനാണ്. കേരളത്തിൻ്റെ സംസ്ഥാന പുഷ്പം എന്നത് കണിക്കൊന്നയാണ്. കേരളത്തിൻ്റെ സംസ്ഥാന പുഷ്പം കണിക്കൊന്നയാണ്. മരച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏത്? തിരുവനന്തപുരം. 21ാമത്തെ ചോദ്യമാണ്. മരച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏത്? തിരുവനന്തപുരം. 22 കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? പന്നിയൂർ. കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? പന്നിയൂർ. 23ാമത്തെ ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ ഇ പേയ്മെൻറ്റ് ജില്ല? മലപ്പുറം ജില്ല. കേരളത്തിലെ ആദ്യത്തെ ഇ പേയ്മെൻറ്റ് ജില്ലയാണ് മലപ്പുറം ജില്ല. അടുത്ത ചോദ്യം. കേന്ദ്ര സമുദ്ര ജല മത്സ്യ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ്. കേന്ദ്ര സമുദ്ര ജല മത്സ്യ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ് കേട്ടോ. കേന്ദ്ര സമുദ്ര ജലമത്സ്യ ഗവേഷണ കേന്ദ്രം കൊച്ചിയിലാണ്. കേരളത്തിൽ അക്ഷയ പദ്ധതി നടപ്പിലാക്കിയ ആദ്യ ജില്ല ഏതാണ്? മലപ്പുറം ജില്ലയാണ്. കേരളത്തിലെ അക്ഷയ പദ്ധതി നടപ്പിലാക്കിയ ആദ്യ ജില്ലയാണ് മലപ്പുറം ജില്ല. ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളം. കുട്ടനാട് ഏത് ജില്ലയിലാണ്? ആലപ്പുഴ. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് മലപ്പുറം. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് മലപ്പുറം. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? 29ാമത്തെ ചോദ്യമാണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കണ്ണൂർ. കേരളത്തിൽ ATM സംവിധാനം ആദ്യമായി നിലവിൽ വന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. കേരളത്തിൽ ATM സംവിധാനം ആദ്യമായിട്ട് നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യത്തെ കോളേജ് സ്ഥാപിച്ചത് എവിടെയാണ്? കോട്ടയം ജില്ലയിലാണ് ആദ്യത്തെ കോളേജ് സ്ഥാപിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ കോളേജ് സ്ഥാപിക്കുന്നത് കോട്ടയം ജില്ലയിലാണ്. കേരളത്തിലെ കോർപ്പറേഷനുകളുടെ എണ്ണം 6ആണ്. കേരളത്തിലെ കോർപ്പറേഷനുകളുടെ എണ്ണം 6ആണ്. അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്നത് കൊച്ചിനെയാണ്. കേരളത്തിലെ പ്രസിദ്ധ സുഖവാസ കേന്ദ്രമായ പൊന്മുടി സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് തിരുവനന്തപുരം ജില്ല. കേരളത്തിലെ പ്രസിദ്ധ സുഖവാസ കേന്ദ്രമായ പൊന്മുടി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം കേട്ടോ. പൊന്മുടി തിരുവനന്തപുരം. കേരളത്തിൽ അവസാനം രൂപം കൊണ്ട ജില്ലയാണ് കാസർഗോഡ് ജില്ല. കേരളത്തിൽ അവസാനം രൂപം കൊണ്ട ജില്ലയാണ് കാസർഗോഡ് ജില്ല. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മാനന്തവാടിയിലാണ്. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിലാണ്. കരപ്പുറം എന്ന് മുൻപ് അറിയപ്പെട്ടിരുന്ന സ്ഥലം ഏത് എന്നാണ് ചോദ്യം. ചേർത്തലയാണ് കേട്ടോ. കരപ്പുറം എന്ന് മുൻപ് അറിയപ്പെട്ടിരുന്ന സ്ഥലം ഏതായിരുന്നു? ചേർത്തലയാണ്. പിന്നെ ഏത് ജില്ലയിലെ തനതായ രൂപമാണ് പൊറാട്ട് നാടകം? പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ലയുമായി ബന്ധപ്പെട്ടതാണ് പൊറാട്ട് നാടകം. കേരളത്തിൽ ഏറ്റവും വടക്കേ അറ്റത്തുള്ള അസംബ്ലി മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ മഞ്ചേശ്വരമാണ്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള അസംബ്ലി മണ്ഡലം മഞ്ചേശ്വരമാണ്. കേരളത്തിലെ ആദ്യ ശിശു സൗഹാർദ്ദ പഞ്ചായത്താണ് വെങ്ങാനൂർ. കേരളത്തിലെ ആദ്യ ശിശു സൗഹാർദ്ദ പഞ്ചായത്താണ് വെങ്ങാനൂർ. കേരളത്തിലെ ആദ്യത്തെ ചുമർ ചിത്ര നഗരമാണ് കോട്ടയം. കേരളത്തിലെ ആദ്യത്തെ ചുമർ ചിത്ര നഗരമാണ് കോട്ടയം. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് വകുപ്പിൻ്റെ ആസ്ഥാനം ആലപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് വകുപ്പിൻ്റെ ആസ്ഥാനം. എല്ലായിടത്തും വെള്ളമാണല്ലോ, അതുകൊണ്ടാണെന്ന് ആലോചിച്ചാൽ മതി. ആലപ്പുഴ. കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത്? മലപ്പുറം. കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ജില്ല മലപ്പുറമാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? കാസർഗോഡ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന കേരളത്തിലെ ജില്ലയാണ് കാസർഗോഡ് ജില്ല. ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന കേരളത്തിലെ ജില്ലയാണ് കാസർഗോഡ്
കാസർഗോഡ് ജില്ല. കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ലയാണ് ഇടുക്കി. കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ലയാണ് ഇടുക്കി. കേരളത്തിൽ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ല ഏത്? ഇടുക്കി തന്നെയാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക മരം തെങ്ങാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ലയാണ് പാലക്കാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല ഏതാണ്? പാലക്കാട്. ഇന്ത്യയിലെ ആദ്യത്തെ ജല മ്യൂസിയം പെരിങ്ങളമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ജല മ്യൂസിയം പെരിങ്ങളമാണ്. പട്ടികജാതിക്കാർ കൂടുതലുള്ള കേരളത്തിലെ ജില്ലയാണ് പാലക്കാട് ജില്ല. പട്ടികജാതിക്കാർ കൂടുതലുള്ള കേരളത്തിലെ ജില്ലയാണ് പാലക്കാട് ജില്ല. കേരളത്തിൽ നിലവിലുള്ള ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. കേരളത്തിൽ നിലവിലുള്ള ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം ഏതാണ്? കോട്ടൂരാണ് കേട്ടോ. കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രമാണ് കോട്ടൂർ. കേരളത്തെ ആദ്യ ശിശു സൗഹാർദ്ദ സംസ്ഥാനമായി തിരഞ്ഞെടുത്തെന്ന് എന്നാണെന്ന്? 2002 കേരളത്തെ ആദ്യ ശിശു സൗഹാർദ്ദ സംസ്ഥാനമായി തിരഞ്ഞെടുത്തത് 2002. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരാണ്. കേരളത്തിലെ പ്രഥമ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഇടുക്കി. ഇടമലക്കുടി ഇടുക്കി. കേരളത്തിലെ പ്രഥമ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി. കേരളത്തിൽ തെക്കൻ ഗയ എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? തിരുനെല്ലി. കേരളത്തിലെ തെക്കൻ ഗയ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് തിരുനെല്ലി. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ആസ്ഥാന മന്ദിരം എവിടെ സ്ഥിതി ചെയ്യുന്നു? പട്ടം, തിരുവനന്തപുരം. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്നത് പട്ടം, തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും അവസാനം നിലവിൽ വന്ന കോർപ്പറേഷനാണ് കണ്ണൂർ കോർപ്പറേഷൻ. കേരളത്തിലെ ഏറ്റവും അവസാനം നിലവിൽ വന്ന കോർപ്പറേഷൻ കണ്ണൂർ. ഇന്ത്യയിലെ ആദ്യ ചുമർ ചിത്ര നഗരം എന്ന് പറഞ്ഞാൽ കോട്ടയമാണ്. ഇന്ത്യയിലെ ആദ്യ ചുമർ ചിത്ര നഗരമാണ് കോട്ടയം. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇ ഗവേണൻസ് വഴി പദ്ധതി നടപ്പിലാക്കുന്ന സ്ഥാപനമാണ് ഇൻഫോർമേഷൻ കേരള മിഷൻ. ഓക്കെ. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇ ഗവേണൻസ് പദ്ധതി നടപ്പിലാക്കുന്ന സ്ഥാപനമാണ് ഇൻഫോർമേഷൻ കേരള മിഷൻ. ഓക്കെ. ഡോൾഫിൻ പോയിൻ്റ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ്. 2011 സെൻസസ് അനുസരിച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ജില്ല പത്തനംതിട്ടയാണ്. 2011 സെൻസസ് അനുസരിച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ജില്ല പത്തനംതിട്ടയിലാണ്. ഗാന്ധിജിയുടെ സന്ദർശനത്തിലൂടെ പ്രശസ്തമായ സന്മാർഗദർശിനി വായനശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോടാണ്. ഗാന്ധിജിയുടെ സന്ദർശനത്തിലൂടെ പ്രശസ്തമായ സന്മാർഗദർശിനി വായനശാല സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. പിന്നെ അടുത്തത് പറയുന്നത് 2011 സെൻസസ് പ്രകാരം ഏറ്റവും കൂടിയ സ്ത്രീ പുരുഷ അനുപാതമുള്ള ജില്ലയാണ് കണ്ണൂർ. ഓക്കെ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ളത് പത്തനംതിട്ടയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഏറ്റവും കൂടിയ സ്ത്രീ പുരുഷ അനുപാതം കൂടുതലുള്ള ജില്ലയാണ് കണ്ണൂർ. കേന്ദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊച്ചിയിലാണ്. കടലുമായി ബന്ധപ്പെട്ടാണ് കേന്ദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രം. ഓക്കെ. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തേക്കിൻ തോട്ടം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്താണ്. കനോലി പ്ലോട്ട് എന്നറിയപ്പെടും. കനോലി പ്ലോട്ടിലാണ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തേക്കിൻ തോട്ടം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? അത് കാസർഗോഡ് കുഡ്ലു എന്നാണ് പറയുക കേട്ടോ. കുഡ്ലു എന്നാണ് പറയുക. കുഡ്ലു. അവിടെയാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല പാലക്കാട് ജില്ലയാണ്. കേരളത്തിലെ ആദ്യത്തെ പേപ്പർ എവിടെയാണ്? പുനലൂരാണ് സ്ഥാപിതമായത് കേട്ടോ. ആദ്യത്തെ പേപ്പർ പുനലൂരാണ് സ്ഥാപിച്ചത്. കേരളത്തിലെ കേന്ദ്ര സർവകലാശാലയുടെ ആസ്ഥാനം കാസർഗോഡ് പെരിയലാണ്. കേരളത്തിലെ കേന്ദ്ര സർവകലാശാലയുടെ ആസ്ഥാനം. എൻഡോസൾഫാൻ ദുരിതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രശസ്തമായ നോവലാണ് എൻ മഗജെ എന്ന് പറഞ്ഞാട്ടോ. എൻ മഗജയുടെ എഴുത്തുകാരാണ് അംബികാസുധൻ മങ്ങാടിൻ്റെയാണ് എൻ മഗജെ എന്ന പുസ്തകം വന്നത്. പിന്നെ അതുപോലെ തന്നെ 2 ഗ്രാമങ്ങൾ കാസർഗോഡ് ജില്ലയിൽ ദുരിതബാധിതരായി തുടർന്നിരുന്നു ഈ എൻഡോസൾഫാൻ മരുന്നടി കാരണം കേട്ടോ. പെട്ര, സ്വർഗ എന്നാണ് ഈ 2 ഗ്രാമങ്ങളുടെ പേര്. പെട്ര, സ്വർഗ എന്നിവയാണ് ഈ ഗ്രാമങ്ങളുടെ പേരെന്ന് പറയുന്നത്. എൻഡോസൾഫാൻ സമര നായിക എന്നറിയപ്പെടുന്നതാണ് ലീലാകുമാരി അമ്മ. പിന്നെ എൻഡോസൾഫാൻ ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ
കേരള സർക്കാർ നിയോഗിച്ച കമ്മീഷനാണ് സി അച്യുതൻ കമ്മീഷൻ. അപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു കമ്മീഷനെ നിയമിച്ചിരുന്നു, അതാണ് സി ഡി മായി കമ്മീഷൻ കേട്ടോ. അപ്പോൾ സി ഡി മായി കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ചാൽ എൻഡോസൾഫാൻ ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ എവിടെ കേന്ദ്ര ലെവലിൽ നിന്ന് വിട്ട ആളാണ് സി ഡി മായി കമ്മീഷൻ. ഓക്കെ. എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമമാണ് മൂളിയാർ. മൂളിയാറിലേക്ക് ഇവരെ പുനരധിവസിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ. ഇനി അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല ഏതാണ്? കാസർഗോഡാണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കേരളത്തിലെ ആദ്യ ജൈവ ജില്ല ഏതാണ്? കാസർഗോഡാണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ജൈവ ഗ്രാമപഞ്ചായത്ത് പനത്തടിയാണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ രക്തദാന പഞ്ചായത്ത് മടിക്കയാണ്. ഓക്കെ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ രക്തദാന പഞ്ചായത്ത് മടിക്കയാണ്. പിന്നെ KL-15 വാഹനങ്ങൾ സൂചിപ്പിക്കുന്നത് എന്താണെന്നാണ്. ഇപ്പോൾ KSRTC ആണ് KL-15 വാഹനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇഞ്ചി ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? അമ്പലവയലാണ്. ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അമ്പലവയലാണ്. ഓക്കെ. പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്ന മലനിര ബ്രഹ്മഗിരിയിൽ തന്നെയാണ്. ബ്രഹ്മഗിരി കുന്നിലാണ് പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ പുറക്കിഴിനാട് എന്നറിയപ്പെട്ടിരുന്നത് വയനാടിനെയാണ് കേട്ടോ. പുറക്കിഴിനാട് എന്നറിയപ്പെട്ടിരുന്നത് വയനാടിനെയാണ്. ഓക്കെ. കേരളത്തിൽ പട്ടികജാതിക്കാർ ഏറ്റവും കുറവുള്ള ജില്ലയാണ് വയനാട്. ഓക്കെ. പട്ടികജാതിക്കാർ ഏറ്റവും കുറവുള്ള ജില്ല കേട്ടോ വയനാട്. ഏഷ്യയിലെ ആദ്യ സഹകരണ മ്യൂസിയം സ്ഥാപിതമാകാൻ പോകുന്ന സ്ഥലമാണ് കോഴിക്കോട് ജില്ലയിലാണ് ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സഹകരണ മ്യൂസിയം സ്ഥാപിതമാകുന്നത്. കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ആസ്ഥാനം മലപ്പുറമാണ്. കേരള ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപം ഉള്ള ജില്ലയാണ് കോഴിക്കോട് ജില്ല. ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപം ഉള്ളത് ഈ കോഴിക്കോടിനാണ്. കോഴി ഇരുമ്പ് എന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക. കോഴി ഇരുമ്പ്. ഓക്കെ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ പാലക്കാടാണ് കേട്ടോ. ചുണ്ണാമ്പുകല്ല് നിക്ഷേപം ഏറ്റവും കൂടുതലുള്ളതും പാലക്കാടാണ്. ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്നതും ചുണ്ണാമ്പുകല്ല് നിക്ഷേപം കൂടുതലുള്ളത് പാലക്കാടാണ്. കുടുംബശ്രീ പദ്ധതി ആദ്യമായിട്ട് കല്യാശ്ശേരിയിൽ നടപ്പിലാക്കുമ്പോൾ മലപ്പുറത്താണ്. മലപ്പുറം 1998 കുടുംബശ്രീ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നിലക്കടല ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാട് തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നിലക്കടല ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാട് ജില്ലയാണ്. ഓക്കെ. ഇനി അടുത്ത ചോദ്യം, കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല കൂടിയാണ് പാലക്കാട് ജില്ല. കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന, പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണല്ല നമ്മുടെ എല്ലായിടത്തും ഉള്ളത്. ലാറ്ററൈറ്റ് സോയിലാണല്ലോ, മറ്റേതിന് വേണ്ടത് അതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കറുത്ത പരുത്തി മണ്ണ് എന്നറിയപ്പെടുന്ന അതാണ്. കേരളത്തിലെ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല പാലക്കാടാണ്. കോയമ്പത്തൂർ പട്ടണത്തിലേക്ക് ജലവിതരണം നടത്തുന്ന കേരളത്തിലെ അണക്കെട്ടാണ് തിരുവാണി അണക്കെട്ട് കേട്ടോ. കോയമ്പത്തൂർ പട്ടണത്തിലേക്ക് ജലവിതരണം നടത്തുന്ന കേരളത്തിലെ അണക്കെട്ടാണ് തിരുവാണി. ഓക്കെ. മീൻവല്ലം പ്രൊജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാടാണ്. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനമാണ് മണ്ണുത്തി. വെള്ളാനിക്കര എന്ന് പറയും. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനമാണ് മണ്ണുത്തി, വെള്ളാനിക്കര. കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ആലപ്പുഴയിൽ സ്ഥാപിതമായത് 1857. ഓക്കെ. പിന്നെ ധർമ്മട നിയമസഭാ മണ്ഡലം എന്നാണ് കണ്ണൂരാണ് ഉള്ളത്. അത് എന്ന് രൂപീകരിച്ചു. ധർമ്മട നിയമസഭാ മണ്ഡലം ഏത് ജില്ലയിലാണ്? കണ്ണൂരാണ്. ഓക്കെ. പിന്നെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലവും ധർമ്മടാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലവും എവിടെയാണ്? ധർമ്മടാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ അത് ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ കേരളത്തിൽ എത്ര പട്ടികജാതി സംവരണ നിയോജക മണ്ഡലങ്ങളുണ്ടെന്ന് വെച്ചാൽ 14 കേട്ടോ. പട്ടികജാതി പട്ടികവർഗം ആകുമ്പോൾ 2 വരിക. കേരളത്തിൽ എത്ര പട്ടികജാതി സംവരണ നിയോജക മണ്ഡലങ്ങളുണ്ട് വെച്ചാൽ 14. പട്ടികവർഗം ചോദിച്ചാൽ 2 വരിക കേട്ടോ. അപ്പോൾ മൊത്തം എത്ര നിയോജക മണ്ഡലങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ 140 ഉള്ളത്. മൊത്തം നിയോജക മണ്ഡലങ്ങളുടെ എണ്ണം 140 കേട്ടോ. ഓക്കെ. പിന്നെ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ള ജില്ലയാണ് ചോദിച്ചിരിക്കുന്നത് ഇടുക്കി. ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ള ജില്ലയാണ് ഇടുക്കിയാണ് പറഞ്ഞത്. അപ്പോൾ ജനസാന്ദ്രതയിൽ കേരളം മൊത്തം ഇന്ത്യയിൽ എടുത്ത് നോക്കുമ്പോൾ 3-ാം സ്ഥാനമാണ് കേട്ടോ കേരളത്തിനുള്ളത്.
എത്രാം സ്ഥാനമാണ്? 3-ാം സ്ഥാനമാണുള്ളത്. അപ്പോൾ ആ ഒരു ഓർഡർ നമുക്ക് പറയാം. 860 ചതുരശ്ര കിലോമീറ്ററാണ് ജനസാന്ദ്രത പറയുന്നത്. ഓക്കെ, ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയാണ് നമ്മൾ ഇടുക്കി പറഞ്ഞത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത എവിടെയായിരിക്കും? അത് തിരുവനന്തപുരത്താണ്. ആളുകൾ തിങ്ങിപ്പാർക്കുന്നത്, അത് ചെറിയ നഗരമാണെങ്കിൽ പോലും അടുത്തടുത്തടുത്ത് വീടുകൾ വന്ന ആളുകൾ തിങ്ങിപ്പാർക്കുക. അതിപ്പോൾ ജനസാന്ദ്രത കൂടും. പോപ്പുലേഷൻ കൂടിയത് മലപ്പുറമാണ്, പക്ഷേ ജനസാന്ദ്രത കൂടിയത് എവിടെയാണ്? ട്രിവാൻഡ്രത്താണ് അല്ലേ? കുറച്ച് വലിയ സിറ്റിയല്ലേ. അപ്പോൾ ആളുകൾ ഗ്രാമങ്ങളിൽ നിന്നും ഫ്ലാറ്റുകളൊക്കെ വാങ്ങി ടൗണിലേക്ക് പോകുമ്പോൾ അവിടെ ജനസാന്ദ്രത കൂടും അല്ലേ. ഓക്കെ, പിന്നെ ഈ കേരളം 3-ാം സ്ഥാനത്താണെന്ന് പറഞ്ഞു. അപ്പോൾ 1-ാം സ്ഥാനത്ത് ബീഹാറാണ്, 2-ാം സ്ഥാനത്ത് എവിടെയാണ്? വെസ്റ്റ് ബംഗാളാണ്, 3-ാം സ്ഥാനത്താണ് കേരളം വരുന്നത് കേട്ടോ. ജനസാന്ദ്രതയിലാണ്. ജനസാന്ദ്രതയിൽ 1-ാം സ്ഥാനം ബീഹാർ, 2-ാം സ്ഥാനം വെസ്റ്റ് ബംഗാളിന്, 3-ാം സ്ഥാനമാണ് കേരളത്തിൽ വരുന്നത്. കേരളത്തിൻ്റെ ജനസാന്ദ്രത 860 ചതുരശ്ര കിലോമീറ്ററാണ്. ഓക്കെ, കേരളം 3-ാമതാണ്. പിന്നെ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ളത് ഇടുക്കിയും ഏറ്റവും കൂടുതലുള്ളത് ട്രിവാൻഡ്രത്തുമാണ് കേട്ടോ. അപ്പോൾ ഈ 100 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ വേഗം പോയി ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ വേഗം പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുകയാണെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.